ഇല്ല, ഉറപ്പ് നൽകിയിട്ടില്ല. ഉറപ്പ് നൽകും വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. കാരണം വെച്ചാൽ 5 മാസമായി ഞങ്ങൾ തുടരുന്നത്. ഈ 5 മാസമായിട്ട് ഇവർക്ക് തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ കാരണം അവിടെ എല്ലാ വീടും നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇതുവരെ ഒരു തീരുമാനത്തിലില്ല. ഇവർ ഇന്ന് പറയാം, നാളെ പറയാറുണ്ട്, ലീസ്റ്റ് പറയും. ആളിട്ട് കളിപ്പിക്കുക അവരിട്ട്. മേപ്പാടി പഞ്ചായത്തിൽ ഇതുവരെ ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ആളുകളെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച് കൊണ്ടുവരാന്നല്ലാണ്ട് സംസ്ഥാന സർക്കാർ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. സംഘടനകളായാലും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ലിസ്റ്റ് അവർ പറയുമ്പോഴും കൂടെ ഈ ലിസ്റ്റിൽ എങ്ങനെ പിഴവ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? പഞ്ചായത്തിന്റെ ലിസ്റ്റിൽ പേര് വന്നത് അപാകത ഉണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ഭരണസമിതിക്ക് പറയാനുള്ളത്, ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഞങ്ങൾ അംഗീകരിച്ച 502 വീടുകൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ യാതൊരു വിഷയവും ഉണ്ടാവില്ല. ആ കൊടുക്കാൻ സംഘടനകൾ നിങ്ങൾ സമർപ്പിച്ചിരുന്നോ? പിന്നെ എങ്ങനെയാ സബ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നതെന്നാണ് പറയുന്നത്? സബ് കളക്ടർ നേരിട്ട് തയ്യാറാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും അപാകത വരില്ല. ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അപാകതകളില്ലാണ്ട് തയ്യാറാക്കിയ ലിസ്റ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ ലിസ്റ്റ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് ആളുകൾക്കൊന്നും കിട്ടരുതെന്നാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഒരു സ്ഥലം എടുത്ത് കൊടുക്കേണ്ട പ്രശ്നം മാത്രമുള്ളവർക്ക് വീട് കൊടുക്കാൻ നിരവധി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ആ സ്ഥലം എടുത്ത് കൊടുക്കാൻ പോലും അവർ ഇത്രയും ലിസ്റ്റിലെ അപാകതകൾ വരുത്തുമ്പോൾ ഇത് 5 മാസമല്ല, 10 മാസമല്ല, 5 കൊല്ലമായിരുന്നു തീരുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. സ്മൃതി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് എത്തി പ്രതിഷേധക്കാരെ ഈ ഹാളിന് പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഒരു സംഘം ഈ ഹാളിനകത്തേക്ക് കയറി ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഇരിക്കുന്ന ഡയസിന് മുൻപിലെത്തി ഇവിടെയുള്ള പ്രതിഷേധക്കാരെ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ്. അവർ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ പുറത്തു പോകണം. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ജോയിന്റ് ഡയറക്ടറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ എത്രയും വേഗം പ്രതിഷേധം അവസാനിപ്പിക്കുക, അതോടൊപ്പം കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാ ദുരന്തബാധിതരെയും അതിൽ ഉൾപ്പെടുത്തി 3 വാർഡിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക. ഇപ്പോൾ നേരത്തെ, അതായത് ഇന്നലെ പ്രസിദ്ധീകരിച്ച ഈ കരട് ലിസ്റ്റിൽ പൂർണ്ണമായും തള്ളിക്കളയുക എന്നുള്ള ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഒപ്പം ജോയിന്റ് ഡയറക്ടറും ഉൾപ്പെടെയുള്ള ആളുകളോട് നേരത്തെ മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ടവർ മാനന്തവാടി സബ് കളക്ടറുമായി സംസാരിച്ചു. കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി ത്താമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പുറത്തു പോകാൻ, മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. കലക്ടർ എത്തണമെന്ന ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് പോലീസ് എത്തി. ദീപക് മോഹൻ, യഥാർത്ഥത്തിൽ ഈ പട്ടിക എവിടെയാണ് തയ്യാറാക്കുന്നത്? സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് തന്നെയാണോ ഈ ദുരിതബാധിതരുടെ അല്ലെങ്കിൽ സഹായം കിട്ടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്? പഞ്ചായത്തിന് പങ്കില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, നിലവിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി സർവകക്ഷി യോഗത്തിന് ശേഷം 3 വാർഡിലെയും, അതായത് മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല തുടങ്ങിയ 3 വാർഡുകളിലെയും ദുരന്തബാധിതരെ എല്ലാവരുടെയും ലിസ്റ്റ് കൃത്യമായി പഞ്ചായത്ത് സർവകക്ഷി യോഗത്തിന് ശേഷം സബ് കളക്ടറുടെ ഓഫീസിലേക്ക് കൈമാറിയതാണ്. പക്ഷേ അവിടെ നിന്ന് ഈ പ്രസിദ്ധീകരിച്ച കരട് ലിസ്റ്റിലാണ് ഇത്തരത്തിൽ പാകപ്പിഴയുണ്ടായി എന്നുള്ള രീതിയിൽ വിവരങ്ങൾ അല്പം മുൻപ് പഞ്ചായത്ത് അധികൃതർ പ്രസിദ്ധീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നതും. അവർ പറയുന്നത്, നേരത്തെ, അതായത് ഇന്നലെ പ്രസിദ്ധീകരിച്ച ഈ കരട് ലിസ്റ്റ് പൂർണ്ണമായും തള്ളിക്കളയുക, അതോടൊപ്പം പുതിയ എല്ലാ 3 വാർഡിലെയും മുഴുവൻ ദുരന്തബാധിതരെയും ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം, 5 മാസങ്ങൾക്ക് ഇപ്പുറവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിലെ ഉപഭോക്താക്കളാണ് ഇപ്പോഴും ആശങ്ക അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഉദ്യോഗസ്ഥൻ സബ് കളക്ടർ ഓഫീസുമായി സംസാരിക്കുകയാണ്. ഓഫീസിലെ ഒരുപാട് ഡബിളിംഗ് ഉണ്ട്, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നു കേട്ടോ. സെപ്റ്റംബർ വന്നാൽ മാത്രമേ ഇവർ പിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞിരിക്കാം. ഓക്കെ, പോകുന്നുണ്ടോ? നമ്മളൊക്കെ മട്ടൺ തൊട്ടതായ
ഞങ്ങൾ ആദ്യമായിട്ടാണ് 5 മാസമായിട്ട് ഞങ്ങൾ വീടേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വീട് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നമുക്കൊന്നും പറയാം. നമ്മൾ ഇവിടെ കറണ്ട് ഉടനെ പോയി KCB കട്ട് ചെയ്തു. ഉള്ള വീടുകൾക്ക് പിന്നെ അവർ ആ വീട് ഉൾപ്പെടുത്താതിരിക്കുക, ആ വീട് എങ്ങനെ ഉൾപ്പെടുത്താതിരിക്കുക? ഇവര് വേഗം കറണ്ട് പോയി കട്ട് ചെയ്തു KCB ഉള്ള വീട്ടിന്റെ. അവർക്കുള്ള വഴിയില്ല, അവരെ ഉൾപ്പെടുത്തണമില്ല. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞങ്ങൾ വാർഡ് പൂർണ്ണ പഞ്ചായത്ത് ഒഴിവാക്കില്ല. ഒരു വാർഡ് 11 വാർഡ് പഞ്ചായത്തിലില്ല. കാര്യം ഗവൺമെന്റ് കറക്റ്റ് ചെയ്യണ്ടല്ലോ. വാർഡ് പെട്ടെന്ന് പൂർണ്ണമായിട്ട് അഡ്രസ് ഇല്ല ഞങ്ങൾക്ക് അഡ്രസ് ഇല്ല. ഞങ്ങളെ പിന്നെ ഉച്ചവരെ ബോഡി കിട്ടാനാ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ മേളി വിളിച്ചിട്ടുണ്ടോ? ഇവിടെ വരുമോ? അവര് വരുന്നില്ലെങ്കിൽ സമരം ഞങ്ങൾ വീട്ടിൽ കുറച്ചാളെ വിളിച്ചില്ല. ജയിലിൽ പോയി കിടന്നോളാം. ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടുമല്ലോ. ദുരന്ത ബാധിതർ ഉന്നയിക്കുന്ന പിന്നെ കാര്യങ്ങൾ 100% ന്യായമാണ്. അത് അവർ വന്നിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ആളുകൾ വന്ന് അതിന്റെ അപാകത പരിഹരിച്ചിട്ട് അവർ പോൾ തന്നെ അവരുടെ ന്യായം ആവശ്യമാണ്. അത് അംഗീകരിച്ചു കൊടുക്കുക. അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വരണം, അവരോട് പറഞ്ഞു. അതിന് ഭരണസമിതി തന്നെ ഞങ്ങൾക്കറിയാം ലിസ്റ്റ് അപാകത എന്നുള്ളത്. സബ് കളക്ടർ എത്തണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സബ് കളക്ടർ ഇപ്പോൾ റിപ്പോർട്ട് സംഘവും ആവർത്തിച്ച് വിളിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ മീറ്റിംഗിലാണെന്ന മറുപടിയാണ്. ഇതിപ്പോ എന്തറിയോ, ഇതിപ്പോ നിങ്ങൾക്ക് തലവേദന വരില്ല. കാരണം എന്തറിയോ, ഇത് പരിഹാരമായാലും ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുക, ഞങ്ങളുടെ കുടുംബക്കാരായിട്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുക. ഇതിപ്പോ എന്താകുന്നത്? സാറ് ജോയിന്റ് ഡയറക്ടറല്ലേ, സാറ് ചുമതലപ്പെടുത്തി സാറ് ഇങ്ങോട്ട് വന്നതല്ലേ, സാറ് കളക്ടർ വിളിച്ചു പറയോ? അല്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് എന്താണ് അവർ പറഞ്ഞത്? അവർ വരില്ല. ഓഫീസിലേക്ക് അറിയിച്ചിട്ട് അവിടെ നേരിട്ട് പോയിട്ട് കളക്ടർ അറിയിച്ചിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്തായാലും അടുത്ത പണി നോക്കാം. കള്ളിപ്പോകാൻ പറയില്ല. കൊണ്ടേക്കോട്ടെ, ജയിലിൽ കൊണ്ടേക്കോട്ടെ, ജയിലിൽ കൊണ്ടേക്കോട്ടെ. ഏതായാലും നമ്മൾ തെരുവിലാണ്. സമയം കൊടുക്കാം. സമയത്തോടെ വന്നില്ലെങ്കിൽ നമ്മൾ റോട്ടിൽ ഇറങ്ങാം. പകുതി ആൾ പണി കിട്ടാം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. സമയമുണ്ട്, ഒന്നും ബേജാറല്ല. പിന്നെ ഈ നാട്ടിൽ ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ വന്നു? ആര് കൊടുത്താൽ അർഹതപ്പെട്ട ആരും കയറിയില്ല. 358 മുണ്ടക്കയിൽ മാത്രം ബാക്കി ഒന്നും പറയില്ല. ഈ ലിസ്റ്റ് കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ഡബിൾ. ഇതെല്ലാം ഡബിളാണ്. അർഹതപ്പെട്ടവരാണ് കയറിയിട്ടില്ല സാറേ. ഇതെല്ലാം ഡബിൾ, ഇതെല്ലാം ഡബിൾ. ദീപക് മോഹൻ, ദീപക് ഇപ്പോൾ പ്രതിഷേധം തുടരാൻ തന്നെയാണ്. ഉത്തരവാദപ്പെട്ടവർ എത്താതെ പിരിഞ്ഞു പോകില്ല എന്ന് തന്നെ അവർ പറയുന്നു. പോലീസ് എത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ പ്രതിഷേധക്കാരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഇനിയും എടുക്കേണ്ടതുണ്ട്.